ക്രൈസ്തവ വിഭാഗങ്ങൾ വിവിധ കാലയളവിലായി മുന്നോട്ട് വെച്ച പല കാര്യങ്ങളിലും നിഷേധാത്മകമായ നിലപാടുകളാണ് സർക്കാരുകൾ സ്വീകരിക്കുന്നതെന്ന ആക്ഷേപമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉയരുന്നത്. എന്തായാലും ഇതിന്റെയൊക്കെ ഒരു ആകത്തുകയാണ് ഇത്തരത്തിൽ വലിയ അവകാശ പ്രഖ്യാപന റാലി തന്നെ സഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. നമുക്കൊപ്പം താമരശ്ശേരി ബിഷപ്പുണ്ട്. വലിയ അപകടം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ സഭാമക്കൾ നേരിടുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പറഞ്ഞിരുന്നത്. ഇതിന്റെ ഒരു പ്രതിഫലനമായി മാറുമോ? ഇതിന്റെ വളരെ വിശദമായ ഒരു ചർച്ചയായി മാറുമോ? തീർച്ചയായിട്ടും 2021 കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് അവതരിപ്പിച്ചത് തന്നെ ഞങ്ങൾ അങ്ങനെയൊരു പഠനം നടത്തണം. ക്രൈസ്തവരുടെ ഇപ്പോഴത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾ പഠിക്കുവാൻ ഈ സർക്കാരിനോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചു. ഞങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഇങ്ങനെ ഒരു കോശി കമ്മീഷനെ നിയമിച്ചു. കമ്മീഷനെ നിയമിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 3 വർഷം പിന്നിടുമ്പോൾ അത് വെളിച്ചം കണ്ടിട്ടില്ലെങ്കിൽ ആരാണ് അതിന്റെ പിന്നിൽ? അത് ഞങ്ങൾക്ക് അറിയാനുള്ള അവകാശമില്ലേ? അത് 5 വർഷങ്ങൾ പിന്നിടുമ്പോൾ കോശി കമ്മീഷൻ വെറും നോക്കുകുത്തിയായിട്ടൊരു കമ്മീഷനെ നിയമിക്കുകയും ഫലപ്രദമല്ല എന്നുള്ളത് എത്രയോ സങ്കടകരമായ കാര്യമാണത്. അതിലുള്ളത് നടപ്പിലാക്കിയാലും ഇല്ലെങ്കിലും ഉണ്ടെന്നുള്ളത് ഞങ്ങളെ അറിയിച്ചാൽ അത് നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ ഞങ്ങൾക്കൊരാശ്വാസമായില്ലേ? ഇത് അവഗണനയല്ലേ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അത് ഒരു അവഗണന സ്വാഭാവിക രീതിയിൽ അല്ലെങ്കിൽ സർക്കാർ പറയണം എന്തുകൊണ്ട്. അതിനുള്ളൊരു അവകാശം ഞങ്ങൾക്കില്ലേ? ഉണ്ട്. ഈ സമൂഹത്തിന് ഇത്രയധികം സംഭാവന ചെയ്ത ഒരു ക്രൈസ്തവ സമൂഹത്തെ, ഈ നാടിന് സംഭാവന ചെയ്ത ക്രൈസ്തവ സമൂഹത്തെ എങ്ങനെ ഇങ്ങനെ നിഷേധിക്കാൻ കഴിയും, മാറ്റി നിർത്താൻ കഴിയും? വനനിയമങ്ങൾ 19 ലക്ഷം ആളുകളാണ് ഇവിടെ ഉള്ളത്. 19 ലക്ഷം ആളുകളാണ് മലയോരങ്ങളിൽ താമസിക്കുന്നത്. അത് ഭൂരിഭാഗവും ക്രൈസ്തവരാണ്. ആ കാലഘട്ടത്തിൽ ഗവൺമെന്റ് തന്നെ നിർബന്ധിച്ചിട്ട് ഞങ്ങൾ വനഭാഗത്തേക്ക് പല മേഖലകളിലേക്ക് പോയി കൃഷി ചെയ്തു നാടിനെ രക്ഷിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഇപ്പോഴ് വന്യമൃഗങ്ങളെ തുറന്നു വിട്ടിരിക്കുകയാണ്. അതിനർത്ഥം എന്താണ്? കീഴടക്കാൻ എന്നുള്ളതാണ്. വന്യമൃഗങ്ങൾക്ക് ജീവിക്കണ്ടേ? ജീവിക്കണം. അതിന് ഞങ്ങൾ സഹായിക്കുമല്ലോ. അത് വനത്തില്, മനുഷ്യർക്ക് ജീവിക്കുന്നത് നാട്ടില്. ഇതിന് രണ്ടും കൃത്യമായിട്ടുള്ള രേഖ അന്താരാഷ്ട്ര തലങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലും കൃത്യതയോടുകൂടെ പാലിക്കുന്നുണ്ട്. എന്തുകൊണ്ട് കേരളത്തിന് സാധിക്കുന്നില്ല? അതിന് ഉത്തരം നൽകട്ടെ ഞങ്ങൾ. വനമന്ത്രി പറയുന്നത് താങ്കൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ വനമന്ത്രിക്ക് കാര്യം മനസ്സിലാകാതില്ലെങ്കിൽ ഒരു പുലി ഈ അടുത്ത നാളുകളിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചപ്പോൾ വെടിവെച്ച് വീഴ്ചല്ലോ. ഞങ്ങൾ അതേ ചോദിക്കുന്നുള്ളൂ. ഞങ്ങളെ ആക്രമിക്കാൻ വരുന്ന മൃഗങ്ങളെ വെടിവെക്കുക. ഞങ്ങൾ കാട്ടിൽ കയറി വെടിവെക്കണമെന്ന് പറയുന്നില്ല. ഞങ്ങളെ ആക്രമിക്കുന്ന, ഞങ്ങളുടെ കൃഷിയിടം നശിപ്പിക്കുന്ന ആളുകൾ, അതിനെ വെടിവെക്കാൻ ഞങ്ങൾക്ക് അനുവാദം തന്ന. അപ്പോൾ വനംവകുപ്പിന് വെടിവെക്കാം, ഞങ്ങൾക്ക് പറ്റിയില്ല. അത് വനമന്ത്രി ഒന്ന് മറുപടി പറയട്ടെ അതിന്. അപ്പൊ അതാ ഞങ്ങൾക്കുള്ള ബുദ്ധിമുട്ട്. അതാണ് 2 പേർക്ക് 2 നിയമമോ? അത് ഈ നാട്ടിൽ നല്ലതല്ലോ. അതിന് വനമന്ത്രി മറുപടി പറയട്ടെ. അവരെ ആക്രമിച്ച ആ മൃഗത്തിന് വെടിവെക്കാം. ഞങ്ങളെ ആക്രമിക്കുന്ന മൃഗത്തെ വെടിവെക്കാൻ ഞങ്ങൾക്ക് തോക്കും തരികയില്ല. അതിനുള്ള സംവിധാനങ്ങളുമില്ല. ഈ അനീതിക്കെതിരെയാണ് ഞങ്ങൾ ശബ്ദമുയർത്തുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളിലും ഈ ഇരട്ട നീതിയുണ്ടോ? ഈ ഒരു ഭാഗത്തിന് കൂടുതൽ സംവരണം, സ്കോളർഷിപ്പ് പോലെ ലഭിക്കുന്നു. ആ ഒരു ഇരട്ട നീതി അവിടെയും പ്രകടമാണ്. ഇരട്ട നീതി ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു വിഷയമില്ല. ആർക്കൊക്കെ കൊടുത്താലും അത് സർക്കാരിന്റെ തീരുമാനമാണ്. പക്ഷെ ഞങ്ങൾക്കുള്ള അവകാശം തരണം. EWS അത് കൃത്യമായിട്ടുള്ള 10% സംവരണം. ആ സംവരണം ഞങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കിട്ടുന്നതിന് ഞങ്ങൾ ഇതിൽ ഉദ്യോഗസ്ഥരുടെ കാല് പിടിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് കിട്ടുകയില്ല. ഞങ്ങൾ അത്രയധികം മാനസികമായ വിഷമത്തിലാണ് ഞങ്ങൾ ഉള്ളത്. അതാണ് ഇതുപോലൊരു സംഗമം ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് അത് രാജ്യസഭയും ലോക്സഭയും പാസ്സാക്കിയിരുന്നു. പക്ഷെ അത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് UDF-ഉം LDF-ഉം CPM-ഉം കോൺഗ്രസും ഒക്കെ പറയുന്നത്. അതിനെതിരെയുള്ള ഒരു പ്രക്ഷോഭത്തിലാണ്. അതിനെങ്ങനെ കാണുന്നു? വഖഫ് ബോർഡ് അത് രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ അവർ ചെയ്യട്ടെ. അതിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. അതിൽ ഒരു ആവശ്യം കൂടെ ആയിരുന്നില്ല ഒരു നീതി അല്ല. അടക്കം ആളുകൾ, സാധാരണ മുൻപത്തുള്ള ആളുകൾ അവർക്ക് നീതി കിട്ടണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിന് മുസ്ലിംസിന്റെ വ്യക്തിഗത നിയമങ്ങളുണ്ടല്ലോ, അത് അവർ പരിശോധിക്കട്ടെ. മുൻപത്തുള്ള ആളുകൾക്ക് നീതി കിട്ടണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അക്കാര്യത്തിൽ സഭയുടെ ഒരു ആവശ്യത്തിലേക്ക് തന്നെയാണ് BJP ഇപ്പോൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത്. അത് പഠിച്ചിട്ട് പറയാം. ഞാൻ ആ വിഷയം കൂടുതലായിട്ട് പഠിച്ചിട്ടില്ല. ഈ റാലിയുമൊക്കെ ബന്ധപ്പെട്ട് പലപ്പോഴും ഉയർന്നു കാണുന്നത് ഒരു കുറച്ച് നാളുകളായി തന്നെ ഒരു വോട്ട് ബാങ്ക് എന്ന രീതിയിലാണ് സഭ നിൽക്കുന്നത്. ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതേ രീതിയിൽ ഇനി മുന്നോട്ട് പോകും. അതിൽ മാറ്റങ്ങളുണ്ടാകും. അതിൽ ഇപ്പോഴത്തെ സാമൂഹ്യ അന്തരീക്ഷം പരിശോധിച്ചാൽ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും
ഞങ്ങൾ വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. കൊടിയുടെ നിറം നോക്കിയുള്ള ചെയ്ത് അവസാനിക്കും. അത് അവസാനിക്കും. ഞങ്ങളും ഒരു രാഷ്ട്രീയ സംവിധാനമായിട്ട് മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ആ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത്. രാഷ്ട്രീയ സംവിധാനമായി മാറുന്നതോ അതോ പുതിയ രാഷ്ട്രീയ സംവിധാനത്തിന് പിന്തുണ നൽകുന്നുണ്ടോ? പിന്തുണ നൽകുകയല്ല, അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. കാരണം ആരെയും ഞങ്ങൾക്ക് അത്ര വിശ്വാസമില്ല. ഞങ്ങൾക്ക് വോട്ടുണ്ട്, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾക്ക് പുതിയ രാഷ്ട്രീയ പാർട്ടി തുടങ്ങാമല്ലോ, അതിനുള്ള സാധ്യതകളുണ്ടല്ലോ. സാധ്യതകളും ആലോചനകളും ഉണ്ട്. തീർച്ചയായിട്ടും അത് ഞങ്ങൾ ചിന്തിക്കും. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ജീവിക്കാനുള്ള ഞങ്ങളുടെ ഒരു അവകാശമുണ്ട്. അതൊരു ജനാധിപത്യ രാജ്യമാണ്. ഞങ്ങൾ വോട്ട് ചെയ്യുന്നവർ ഞങ്ങളെ വഞ്ചിക്കുകയാണെങ്കിൽ ഞങ്ങൾ തനിയെ നിന്ന് അതിനുവേണ്ടി പരിശ്രമിക്കും. ഇത് നേരത്തെ പരമ്പരാഗതമായി UDF-നൊപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ LDF-ന് ചില സാഹചര്യങ്ങൾ കൊടുക്കുന്നു എന്നതായിരുന്നു കാഴ്ചപ്പാട്. ഈ BJP ഒരു അസ്പർശ്യമായ പാർട്ടി അല്ല എന്നൊരു തോന്നലുണ്ടോ? വേണമെങ്കിൽ അവർ നല്ല കാര്യങ്ങൾ ചെയ്താൽ അവർക്കും വോട്ട് കൊടുക്കുന്നതിൽ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ BJP എന്നോ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ഇല്ല. ഞങ്ങളുടെ സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. തൊട്ടുകൂടായ്മയൊന്നുമില്ല. അല്ല, അത് ഞങ്ങൾക്ക് ആരാണെന്ന് ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഉള്ളത് ഞങ്ങൾക്ക് ആരാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങൾ നീതി പുലർത്തി ഞങ്ങളെ സംരക്ഷിക്കുന്നു, അവരോടൊപ്പം ഞങ്ങൾ ചേരുകയല്ലേ ചെയ്യുന്നത്. കൊടിയുടെ BJP എന്നോ കൊടിയെന്നോ ഉള്ളതല്ല. ഞങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം. ഞങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു അവകാശമുണ്ട്. അത് ഞങ്ങളുടെ കാട്ടിലേക്ക് ഉള്ള മൃഗങ്ങൾ ആക്രമിക്കുന്നു. അത് മൃഗങ്ങൾ ആക്രമിക്കാൻ വരുന്നത് BJP എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ നോക്കിയിട്ടൊന്നും അല്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്കതിന് ജീവിക്കാൻ അവകാശം ആര് തരുന്നോ ഞങ്ങൾ അവരോടൊപ്പം ആയിരിക്കും ഞങ്ങൾ എപ്പോഴും. എന്തായാലും തികച്ചും ഒരു മാറ്റം, രാഷ്ട്രീയമായി തന്നെയുള്ള ഒരു മാറ്റത്തിലേക്ക് സഭ നീങ്ങുന്നു. ആര് തങ്ങളുടെ കാര്യങ്ങൾ നടത്തിത്തരുന്നതിൽ കൂടെ നിൽക്കുന്നു അവർക്കൊപ്പമാവും സഭയെന്ന് ഉറപ്പൊക്കെ പറയുന്ന തരത്തിലുള്ളൊരു റാലി തന്നെയാവും ഇന്ന് നടക്കുക.